ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഇവിടെ കിട്ടിയ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പണ്ട് കഴിഞ്ഞത്. പാസ്റ്റ് എനർജി നോക്കുമ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരുപാട് നല്ലൊരു സ്നേഹബന്ധമാണ് നിങ്ങളുടേതാണെന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളുമൊത്ത് വീണ്ടും ഈ ഒരു സ്നേഹബന്ധം വീണ്ടും തുടങ്ങുന്നതായി കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിലൊരു റീയൂണിയനൊക്കെ കാണുന്നുണ്ട് ഞാനിവിടെ. പുതിയതായിട്ട് വീണ്ടും പാസ്റ്റിൽ നിങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു ബന്ധമാണ്. നമുക്ക് നോക്കാം. റീയൂണിയൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോ കോണ്ടാക്റ്റ് ആവാനാണ് സാധ്യത. നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു റിയൂണിയൻ അതായത് പോസിബിളാണ്. പാസ്റ്റിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും എന്ന് അറിയുന്നത് നല്ല രീതിയിൽ ഒരു സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത്. ഇപ്പോൾ ആൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതൊരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആവാം. അതായത് ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് പോലെയെല്ലാം വന്നു പോകുന്ന ഒരു പേഴ്സൻ്റെ ഒരു ഇതും കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തോന്നുമ്പോൾ വരാം, നിങ്ങളോട് മിണ്ടാം, എന്നിട്ട് വീണ്ടും കുറച്ച് ദിവസം ഒരു അനക്കവും ഉണ്ടാവില്ല, വീണ്ടും അങ്ങനെയുള്ളതും കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ആളുടെ മെസ്സേജോ കോളോ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആദ്യം തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല, അത്രമാത്രം ഡീപ്പായ കണക്ഷനായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ബ്രേക്കപ്പ് ആയതുകൊണ്ടായിരിക്കണം വീണ്ടും അത് ഒന്നേ തുടങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ആളുള്ളത്. ഇതാണ് ഇപ്പോൾ കിട്ടിയ ഒരു മെസ്സേജ്. അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ വിട്ടകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു സമയത്ത്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളാണ് ആളുടെ ഒരു വേൾഡ്. അതായത് നിങ്ങളെ ഒരു വേൾഡായിട്ട് കാണുന്നതെന്നൊക്കെ പറയില്ലേ. നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഒരു ഓൺ ആൻഡ് ഓഫോ ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ അങ്ങനെ എന്ത് സിറ്റുവേഷൻ, അതൊക്കെ എൻഡാക്കി നിങ്ങളിലേക്ക് പുതിയ ഒരു സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ ബന്ധം തുടരും എന്നാണ് പറയുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിലൊരു നോ കോണ്ടാക്റ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ഒരു അനക്കവും ഇല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. വീണ്ടും ഇത് ഒന്നേ തുടങ്ങും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കണ്ടോ, നമുക്ക് വന്ന കാർഡും അത് തന്നെ, ആൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്, കോൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. അപ്പോൾ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങളെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു വ്യക്തി ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി പറയില്ലേ, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതെന്നെല്ലാം പറയില്ലേ, അങ്ങനെ
ആ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ എന്ത് നോ കോണ്ടാക്റ്റ് ആയാലും എന്ത് കറങ്ങിത്തിരിഞ്ഞ് അവസാനം വരുന്നത് നിങ്ങളിലേക്ക് തന്നെ ആയിരിക്കും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു ദൈവിക കണക്ഷനാണ് നിങ്ങളുടെ എന്നൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്നും അകന്ന് നിങ്ങൾക്ക് വേദന തന്ന പോയ ഒരു വ്യക്തിയാവാനാണ് സാധ്യത. അതായത് പെട്ടെന്നായിരിക്കണം ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പെട്ടെന്നായിരിക്കും, നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന്. ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ വേദന അനുഭവിക്കുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു പിരിഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ലവേഴ്സ് കാർഡാണ് കിട്ടിയത്. അപ്പോൾ അത്രമാത്രം പ്രണയം നിങ്ങളടുത്തുണ്ട് ഈ വ്യക്തിക്ക്. അതുകൊണ്ട് നിങ്ങൾ ഒരു സംശയം വേണ്ട, ആൾ നിങ്ങളിലേക്ക് വരാനും തയ്യാറെടുത്ത് കഴിഞ്ഞു. ഈ കാർഡ് കിട്ടിയത് കണ്ടോ, ഇതിനപ്പുറം നമുക്കൊന്നും വേണ്ടാലോ. കാരണം ലവേഴ്സ് കാർഡും കിട്ടിയിട്ടുണ്ട്, ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് നിങ്ങളിലേക്ക് ഉറപ്പിക്കുന്ന ആ ഒരു ചാരിറ്റി കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വ്യക്തി ഫുള്ള് നല്ല കാർഡാണ്. ഒരു കാർഡും നമുക്ക് ഇവിടെ മോശമെന്ന് പറയാനില്ല. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരു ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം വരണം എന്നുള്ള ഒരു നിയോഗമാണ് എന്ന് വിചാരിച്ചാൽ മതി. ഒരു തിരിച്ചറിവ് ആൾക്ക് വന്നു, അതുകൊണ്ടല്ലേ ഒരു തിരിച്ചറിവ് കിട്ടിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഒരു ദൈവ നിയോഗമാണ്. അപ്പോൾ അതൊന്നും അല്ലാതെ തന്നെ ആൾ ഭയങ്കരമായ പ്രണയമാണ് നിങ്ങളുടെ അടുത്തുള്ളത്. പ്രണയവും പിന്നെ ഈ ഒരു സമയത്ത് ആൾക്ക് വല്ലാത്തൊരു അഡിക്ഷനാണ് നിങ്ങളോട്. എന്തോ ഒരു അഡിക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു സമയത്ത് ആളെ ഓർക്കുന്നുണ്ടോ, ആൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ആൾ ചിന്തിക്കുന്നത്. നിങ്ങളെന്താ എന്നെക്കുറിച്ച് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ആൾ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളെന്ന് പറയുന്നത് ആളുടെ ഒരു ആ ഒരു എന്തും പറയാനും കിട്ടുന്നില്ല എനിക്ക്. അത്രമാത്രം സ്നേഹവും ഈ ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമോ ആവാം. ഇപ്പോൾ ഒക്കെ കൂടി നോക്കുമ്പോൾ ഇത് എല്ലാം കൂടി നല്ല കാർഡ്സാണ്. ഒരുപാട് ഇഷ്ടം, ഒരുപാട് അഡിക്ഷൻ ഉണ്ട്. അതിപ്പോൾ സെക്ഷൽ അഡിക്ഷനും ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത്. സത്യം പറഞ്ഞാൽ അത്രമാത്രം യൂണിവേഴ്സ് സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ആളെങ്കിൽ ആൾ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും. അതിൽ യാതൊരു സംശയമില്ല. നമുക്കൊരു ക്ലോസ് എടുത്ത് നോക്കാം. ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ആവും എന്നറിയാൻ വേണ്ടിയാണ് നോക്കുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്ര നല്ലൊരു കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ എനിക്ക്. നമുക്ക് നോക്കാം എന്തായാലും ആർക്കൊക്കെ ഇത് റെസിനേറ്റ് ആവും എന്നറിയാലോ. ഈന്ന് കിട്ടിയിട്ടുണ്ട്, ഉത്രാടം കിട്ടിയിട്ടുണ്ട്, എക്സ് കിട്ടിയിട്ടുണ്ട്, അനിഴം കിട്ടിയിട്ടുണ്ട്, പൂരുരുട്ടാതി കിട്ടിയിട്ടുണ്ട്, തിരുവാതിര കിട്ടിയിട്ടുണ്ട്, ജനുവരി കിട്ടിയിട്ടുണ്ട്, യു കിട്ടിയിട്ടുണ്ട്, യു തൃക്കേട്ട കിട്ടിയിട്ടുണ്ട്, ഓ കിട്ടിയിട്ടുണ്ട്, മെയ് എ കേട്ടോ, കെ കിട്ടിയിട്ടുണ്ട്, റീയൂണിയൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു റീയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ എന്തായാലും. പി കിട്ടിയിട്ടുണ്ട്, മകം കിട്ടിയിട്ടുണ്ട്, ബ്ലൂ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളെ വ്യക്തി എന്തായാലും നിങ്ങളിൽ അരികത്തേക്ക് വന്നിരിക്കും. ജി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾ വരും കേട്ടോ. അത്രമാത്രം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങളിലേക്ക് എത്തിച്ചേരും. 11 നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ ഈ ഒരു നമ്പർ. അത്തം, സെഡ് കിട്ടിയിട്ടുണ്ട്, ഫെബ്രുവരി കിട്ടിയിട്ടുണ്ട്, ഓഗസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഡിസംബർ കിട്ടിയിട്ടുണ്ട്, ഡി കിട്ടിയിട്ടുണ്ട്, ഒക്ടോബർ കിട്ടിയിട്ടുണ്ട്,
എഫ് കിട്ടിയിട്ടുണ്ട്. തിരുവാതിര തന്നെ വീണ്ടും വന്നല്ലോ. 13, 4, 7, 45, 10, 22, 29, 12, 47, 37, 5 ഡേറ്റ് ഓഫ് ബർത്ത്, 49, 20, 1, 3, 30, 42, 23, 38, 9 ഇത്രയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഇനി വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി കാണാം. താങ്ക് യു യൂണിവേഴ്സ്.